ഹായ് എവരി വൺ, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. HSST സുവോളജി ജൂനിയർ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന് മുന്നോടിയായിട്ട് HSST സുവോളജി സിലബസിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിലവിലുള്ള HSST ജൂനിയർ സുവോളജി റാങ്ക് ലിസ്റ്റ് 2 വർഷം പൂർത്തിയാകുമ്പോഴേക്കും കേരള PSC അടുത്ത നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത നോട്ടിഫിക്കേഷൻ വിളിക്കാൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ആദ്യ റാങ്കുകൾ ഉറപ്പിക്കാനായിട്ട് ഇപ്പോഴേ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പം അതിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ കഴിഞ്ഞ HSST സുവോളജി ജൂനിയറിന്റെ സിലബസ് ആണ് ഈ ഒരു വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത്. HSST സുവോളജി സിലബസിന്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ ആദ്യം നമുക്കൊന്ന് നോക്കാം. ടോട്ടൽ സബ്ജക്ട് പാർട്ടിൽ വരുന്ന മൊഡ്യൂൾസ് എന്ന് പറയുന്നത് 8 മൊഡ്യൂൾസ് ആണ്. ഈ ഓരോ മൊഡ്യൂളിനും 10 വീതമാണ് മാർക്ക് വരുന്നത്. സോ ടോട്ടൽ അവിടെ 80 മാർക്സിന്റെ ചോദ്യങ്ങളാണ് സബ്ജക്ട് പാർട്ടിൽ വരുന്നത്. ബാക്കി 20 മാർക്സ് ജനറൽ പാർട്ടായിരിക്കും. ഇതിൽ ആദ്യത്തെ മൊഡ്യൂളിൽ വരുന്ന സിസ്റ്റമാറ്റിക്സും എവല്യൂഷണറി ബയോളജിയുമാണ് 10 മാർക്കാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി, രണ്ടും കൂടി 10 മാർക്സ് ആണ് വരുന്നത്. മൊഡ്യൂൾ 3 മൈക്രോബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി 10 മാർക്സ്. മൊഡ്യൂൾ 4 സെൽ മോളിക്കുലർ ബയോളജി ആൻഡ് ബയോടെക്നോളജി, ടോട്ടൽ 10 മാർക്സ്. മൊഡ്യൂൾ 5 ജെനറ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റൽ ബയോളജി 10 മാർക്സ്. മൊഡ്യൂൾ 6 എക്കോളജി എത്തോളജി ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് 10 മാർക്സ്. Module 7 Biophysics, Bioinformatics and Computer Application 10 marks. And finally, the last module എന്ന് പറയുന്നത് Recent Developments in Zoology ആണ്. അതിൽ വരുന്നത് 10 marks. HSST സുവോളജിയുടെ സിലബസ് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് ഇതിനു മുന്നേ കേരള PSC നടത്തിയ HSST സുവോളജിയുടെ സിലബസ് ആണ്. ആ ഒരു സിലബസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നത്. ആദ്യത്തെ മൊഡ്യൂൾ നോക്കാം. വന്നിരിക്കുന്നത് സിസ്റ്റമാറ്റിക്സ് ആൻഡ് എവല്യൂഷണറി ബയോളജി 10 മാർക്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ബേസിക് കോൺസെപ്റ്റ്സ് ഉണ്ട്, ട്രെൻഡ്സ് ഉണ്ട്. ട്രെൻഡ്സിൽ കീമോടാക്സോണമി, സൈറ്റോടാക്സോണമി, മോളിക്കുലർ ടാക്സോണമി, ക്ലാഡിസ്റ്റിക്സ്, ന്യൂമറിക്കൽ ടാക്സോണമി. അതുകൂടാണ്ട് സ്പീസിയേഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പഠിക്കാനുണ്ട്. സ്പീഷ്യസ് കോൺസെപ്റ്റ് ഉണ്ട്, തിയറീസ് പഠിക്കാനുണ്ട്, ഹൈറാർക്കി ഓഫ് കാറ്റഗറീസ് ഉണ്ട്. ഇവിടെ തിയറീസ് എല്ലാം പഠിക്കുമ്പോൾ തിയറീസ് ഒക്കെ ആരാണ് പ്രപ്പോസ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എടുത്ത് പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് കേരള PSC ചോദ്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇയർ ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ സയന്റിസ്റ്റിന്റെ പേരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്ന സമയത്ത് നോക്കി പോവേണ്ടതായിട്ടുണ്ട്. ദെൻ അടുത്തത് പ്രൊസീജിയറൽ കീസ്, ടാക്സോണമിക് പ്രൊസീജിയേഴ്സ്, അതിന്റെ കളക്ഷൻ, പ്രിസർവേഷൻ, ക്യൂറേറ്റിംഗ്, ഐഡന്റിഫിക്കേഷൻ മെത്തേഡ്സ്, taxonomic keys in the merits and demerits, ICZN, then formation of scientific names of various taxa. Scientific names എന്ന് പറയുമ്പോൾ അത് പ്രധാനപ്പെട്ട ഓർഗാനിസത്തിന്റെ എല്ലാം സയന്റിഫിക് നെയിംസ് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തത് എവല്യൂഷണറി ബയോളജി ആണ്. എവല്യൂഷണറി ബയോളജിയിൽ നമുക്കിവിടെ തിയറീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഡാർവനിസം, ലാമാർക്കിസം, മോഡേൺ സിന്തസിസ്. ഇപ്പൊ സിലബസിൽ പറഞ്ഞിരിക്കുന്ന മാത്രമല്ല, നമുക്കറിയാവുന്ന തിയറീസ് എല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. സിലബസിൽ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ എന്നാൽ പോലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ചോദിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അടുത്ത നോക്കാം, ഒറിജിൻ ഓഫ് ഹയർ കാറ്റഗറീസ്, പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം, മാക്രോ, മൈക്രോ, കോഎവല്യൂഷൻ, ഫൗണ്ടർ പ്രിൻസിപ്പൽ, സി വാല്യൂ പാരഡോക്സ്, കോൺസെപ്റ്റ് ഓഫ് മോളിക്കുലാർ ക്ലോക്ക്, സൈറ്റോക്രോം സി, ഹീമോഗ്ലോബിൻ, ഹിസ്റ്റോൺ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എവല്യൂഷണറി ബയോളജി സിലബസിൽ വന്നിരിക്കുന്നത്. പക്ഷെ എന്നാൽ അഡീഷണൽ ആയിട്ട് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദ്യം ചോദിക്കാറുള്ളത് PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കാണുന്ന കുറച്ച് ഏരിയാസ് ആണ്. ന്യൂമറിക്കൽ ടാക്സോണമി ചോദ്യം വരാറുണ്ട്. ക്ലാഡിസ്റ്റിക്സ്, ദെൻ സ്പീസിയേഷൻ, ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ റിലേറ്റഡ് ചോദ്യം എപ്പോഴും ഉണ്ടാകും. ടാക്സോണമിക് കളക്ഷൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ബേർഡ്സിന്റെയും ഇൻസെക്റ്റിന്റെയും കളക്ഷൻ മെത്തേഡ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അത് പേര് തന്നിട്ട്
ഇത് ഏത് ആനിമലിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻ മെത്തേഡാണെന്ന് ചോദിക്കാറുണ്ട്. സയന്റിഫിക് നെയിംസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ എല്ലാം സയന്റിഫിക് നെയിംസ് ആദ്യമേ തന്നെ നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ എവല്യൂഷനിൽ തിയറീസ് പഠിക്കുമ്പോൾ എപ്പോഴും ആരാണ് തിയറി പ്രപ്പോസ് ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായിട്ടും അറിഞ്ഞിരിക്കാം. എവല്യൂഷണറി തിയറീസ് മാത്രമല്ല, ഒറിജിൻ ഓഫ് ലൈഫ് എവല്യൂഷനിൽ തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ലൈഫ് ഒറിജിൻ ചെയ്ത് അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന തിയറീസ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുക. പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ദെൻ സി വാല്യൂ പാരഡോക്സ്, മോളിക്കുലാർ ക്ലോക്ക്, ദെൻ ഒറിജിൻ ഓഫ് ലൈഫിന് റിലേറ്റ് ചെയ്ത് വരുന്ന യൂറി മില്ലർ എക്സ്പെരിമെന്റ്സ്. അപ്പൊ ഈ ഒരു ടോപ്പിക്സ് എല്ലാം തന്നെ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ആണ്. സെക്കൻഡ് മൊഡ്യൂൾ 2 ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി. രണ്ടും കൂടിയാണ് 10 മാർക്സ് വരുന്നത്. ഫിസിയോളജിയിൽ അനിമൽ ഫിസിയോളജിയിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഭാഗം അത് തന്നെ ന്യൂട്രീഷൻ ആൻഡ് ഡൈജഷൻ ഒരു പാർട്ടായിട്ട് വരുന്നുണ്ട്. സർക്കുലേറ്ററി ഫിസിയോളജി, നെർവ് ഫിസിയോളജി, എക്സ്ക്രീറ്ററി ഫിസിയോളജി, റെസ്പിറേറ്ററി ആൻഡ് മസിൽ ഫിസിയോളജി, എൻഡോക്രൈനോളജി. ഇത്രയും കാര്യങ്ങളാണ് ഫിസിയോളജിയിൽ പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ഭാഗം വരുന്ന ന്യൂട്രീഷൻ ആൻഡ് ഡൈജഷൻ. അതിൽ സിലബസിൽ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഹോർമോൺസ് ആണ് അതിൽ നന്നായിട്ട് ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത്. ജസ്റ്റ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഹോർമോൺസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എല്ലാ ഹോർമോൺസും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. കാർബോഹൈഡ്രേറ്റ്, അതേപോലെ തന്നെ പ്രോട്ടീൻ, ലിപ്പിഡ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്നുള്ളത്, അതിൻ്റെ ഡൈജഷൻ മാത്രമല്ല എബ്സോർഷനും കൃത്യമായിട്ട് പഠിക്കണം. ദെൻ സർക്കുലേറ്ററി ഫിസിയോളജി, അതിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ഭാഗമായിട്ട് ഫിസിയോളജി ഓഫ് കാർഡിയാക് മസിൽസ് പറഞ്ഞിട്ടുണ്ട്. ഹ്യൂമൻ ഹാർട്ടിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. കാർഡിയാക് സൈക്കിൾ വരുന്നുണ്ട്. ദെൻ കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട്, SA നോഡ്, AV നോഡ് പോലെയുള്ള ടോപ്പിക്സ് ഒക്കെ നോക്കുക. ബ്ലഡ് പ്രഷർ, ബ്ലഡ് വോളിയം, പ്രഷർ കൺട്രോൾ ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം, അതായത് റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റെറോൺ പാത്വേ ആണ് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ സർക്കുലേറ്ററി ഫിസിയോളജിയിൽ ഇത്രയും ടോപ്പിക്സ് ആണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും സർക്കുലേഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. സർക്കുലേഷൻ്റെ തന്നെ ഇൻട്രൊഡക്ഷൻ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ബ്ലഡ് കോമ്പോസിഷൻ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. അപ്പോൾ അതൊരിക്കലും പഠിക്കാതെ പോകരുത്. അങ്ങനെയുള്ള ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളിൽ വരുന്ന ടോപ്പിക്സ് സിലബസിൽ കൊടുത്തില്ലെങ്കിൽ പോലും നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ നെർവ് ഫിസിയോളജി. നെർവ് ഫിസിയോളജിയിൽ നെർവ് ആക്ഷൻ പൊട്ടൻഷ്യൽ, കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ്, സിനാപ്സ്, സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വരുന്നുണ്ട്. എക്സ്ക്രീറ്ററി ഫിസിയോളജി, റെസ്പിറേറ്ററി ആൻഡ് മസിൽ ഫിസിയോളജിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ വരുന്ന ടോപ്പിക്സ് കൊടുത്തിട്ടില്ല. എന്നാൽ പോലും അതിൽ വരുന്ന കാര്യങ്ങളെല്ലാം പഠിക്കുക. എക്സ്ക്രീറ്ററി ഫിസിയോളജി എന്ന് പറയുമ്പോൾ അതിൽ യൂറിയ സൈക്കിൾ വരുന്നുണ്ട്, സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ, PCT, DCT, ലൂപ്പ് ഓഫ് ഹെൻലി, കളക്ടിംഗ് ഡക്ട്, അങ്ങനെയുള്ള പാർട്സ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷൻ, കൗണ്ടർ കറന്റ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. റെസ്പിറേറ്ററി ഫിസിയോളജി, ഓക്സിജൻ, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട്, ഓക്സി ഹീമോഗ്ലോബിൻ കർവ്, ക്ലോറൈഡ് ഷിഫ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിക്കുക. ദെൻ മസിൽ ഫിസിയോളജി വരുന്നുണ്ട്. എൻഡോക്രൈനോളജിയിൽ പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ഗ്ലാൻഡ്സും അവരുടെ ഹോർമോൺസും ഹോർമോൺസിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ ഡിസോർഡേഴ്സും കൃത്യമായിട്ട് നോക്കുക. മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഹോർമോൺസും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ആനിമൽ ഫിസിയോളജി ഭാഗത്ത് നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്സ് സെലക്റ്റീവായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഹോർമോൺസും എല്ലാ ഹോർമോൺസും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. കാർഡിയാക് സൈക്കിൾ, റാസ്, റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റെറോൺ പാത്വേ ആണ്. നെർവ് ആക്ഷൻ പൊട്ടൻഷ്യൽ, യൂറിയ സൈക്കിൾ, നെഫ്രോൺ, കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട്, ബോർ എഫക്ട്സ്, സാർക്കോമിയർ, മസിൽ ഫിസിയോളജിയിൽ വരുന്ന കാര്യമാണ് സാർക്കോമിയർ. ദെൻ എൻഡോക്രൈൻ ഹോർമോൺസ്, ഇതിൽ പ്രത്യേകിച്ച് ഇന്ന ഹോർമോൺസ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലാ ഹോർമോൺസും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. മാത്രമല്ല അതിൻ്റെ ഡിസോർഡേഴ്സും കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സെക്കൻഡ് മൊഡ്യൂളിൽ ആനിമൽ ഫിസിയോളജി കൂടാണ്ട് മറ്റൊരു ടോപ്പിക് ഉള്ളത് ബയോകെമിസ്ട്രി ആണ്.
ബയോകെമിസ്ട്രിയിൽ പഠിക്കാനുള്ള കാര്യം ബയോമോളിക്യൂൾസ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, എൻസൈംസ്, ഇത്രയാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ, സ്ട്രക്ചർ, മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, പോളിസാക്രൈഡ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടീൻസിന്റെ ക്ലാസിഫിക്കേഷൻ, എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ ക്ലാസിഫിക്കേഷൻ, അത് കൂടാതെ പോളാർ, നോൺ പോളാർ, അസിഡിക്, ബേസിക്, അതിന്റെ എല്ലാ എക്സാമ്പിൾസ് നോക്കുക. ലിപ്പിഡ്സ് ക്ലാസിഫിക്കേഷൻ, സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ്, ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എൻസൈംസ് ഉണ്ട്. എൻസൈംസിന്റെ ക്ലാസിഫിക്കേഷൻ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. തിയറീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മൈക്കൽസ് മെന്റൻ കൈനറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻസൈം ഇൻഹിബിഷൻ, ഐസോസൈം, കോ എൻസൈം, റൈബോസൈം, അങ്ങനെയുള്ള ചെറിയ ചെറിയ ടേംസ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത മെറ്റബോളിസം ആണ്, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. പ്രധാനപ്പെട്ട പാത്വേസ് ഒക്കെ നോക്കുക. ഗ്ലൈക്കോലിസിസ്, ക്രെബ്സ് സൈക്കിൾ, പെൻഡോസ് ഫോസ്ഫേറ്റ്, ഗ്ലൈക്കോജെനസിസ്, ഗ്ലൂക്കോജെനസിസ്, ഗ്ലൂക്കോനിയോജെനസിസ്. ദെൻ പ്രോട്ടീൻ മെറ്റബോളിസം ഉണ്ട്. മെറ്റബോളിസം ഓഫ് ലിപ്പിഡ്, ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്, സിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്, ബയോസിന്തസിസ് ഓഫ് കൊളസ്ട്രോൾ, മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സ്റ്റെപ്സും, ഏതൊക്കെ എൻസൈംസ് ആണ് ഓരോ സ്റ്റെപ്പും ഫേവർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കുക. ദെൻ എനർജി മെറ്റബോളിസം, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ, ദാറ്റ് ഈസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഈ ഒരു സിലബസിൽ പറയാത്തൊരു കാര്യമുണ്ട്, വൈറ്റമിൻസ്. വൈറ്റമിൻസ് എന്നുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കാറുള്ളതാണ്. അപ്പം അതും ഇതിന്റെ ബയോകെമിസ്ട്രിയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. ഈ ഒരു ബയോകെമിസ്ട്രി ടോപ്പിക്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഒന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ, പ്രോട്ടീന്റെ ക്ലാസിഫിക്കേഷൻ, എല്ലാം വളരെ സിമ്പിൾ ആണ്. എൻസൈം ക്ലാസിഫിക്കേഷൻ. ദെൻ മൈക്കൽസ് മെന്റൻ കൈനറ്റിക്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് എൻസൈംസിൽ വരുന്നത്, അത് കൃത്യമായിട്ട് പഠിക്കണം. എൻസൈം ഇൻഹിബിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഓൾറെഡി സിലബസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഏതെല്ലാം പഠിക്കണമെന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് പഠിക്കണം. ലിപ്പിഡ് മെറ്റബോളിസം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഓക്സിഡേറ്റീവ് മെറ്റബോളിസം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. തേർഡ് മൊഡ്യൂൾ മൈക്രോബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി വരുന്നുണ്ട്. രണ്ടും കൂടി 10 മാർക്സ് ആണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ നോക്കാം, മൈക്രോബയോളജി. ഇതിലെ ഇനീഷ്യലി മൈക്രോ ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്തൊരു ടോപ്പിക് ബാക്ടീരിയൽ സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ്, മെക്കാനിസം ഓഫ് ഗ്രാം സ്റ്റെയിനിങ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീക്വന്റ് ആയിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയ ആണ്, ഇനിയും ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സ്ട്രക്ചറൽ വ്യത്യാസം, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്രാം സ്റ്റെയിനിങ് മെക്കാനിസം വരുന്നത്. സ്റ്റെയിൻസ് എല്ലാം നോക്കുക. ദെൻ കൾച്ചർ മീഡിയ, ബാക്ടീരിയൽ ഗ്രോത്ത് കർവ്. മറ്റൊരു ടോപ്പിക് ഉള്ളത് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ആണ്, അതിൽ ഫെർമെന്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇമ്മ്യൂണോളജി ആണ് മൊഡ്യൂൾ 3 രണ്ടാമത്തെ ഭാഗം വരുന്നത്. ഇമ്മ്യൂണോളജിയിൽ മെയിൻ ആയിട്ട് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി വരുന്നുണ്ട്. ഇന്നേറ്റ്, അക്യൂർഡ്, പാസീവ്, ആക്റ്റീവ്, സെൽ മീഡിയേറ്റഡ്, ഹ്യൂമറൽ. ദെൻ അതുകൂടാണ്ട് വരുന്നത് ലിംഫോയിഡ് ഓർഗൻസ് ആണ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഓർഗൻസ് കൂടാണ്ട് സെൽസും പഠിക്കണം. അടുത്ത ടോപ്പിക് ആന്റിജൻ ആണ്. ആന്റിജന്റെ പ്രോപ്പർട്ടീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ എപ്പിടോപ്പ്, ഹാപ്റ്റൻ, അഡ്ജുവന്റ് തുടങ്ങിയ ടേംസ് കൃത്യമായിട്ട് പഠിക്കാം. ആന്റിജൻസ് കൂടാണ്ട് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ്, ദാറ്റ് ഈസ് ആന്റിബോഡീസ്. അതിന്റെ ജനറൽ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. സ്ട്രക്ചർ മാത്രമല്ല, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, IG, A, D, E, M, G. അത് നോക്കുക. അതിന്റെ ഫങ്ഷൻസ് നോക്കുക. അടുത്തത് മോണോക്ലോണൽ ആൻഡ് പോളിക്ലോണൽ ആന്റിബോഡീസ്. ഇതിൽ മോണോക്ലോണൽ ആന്റിബോഡീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ കൊടുത്തിട്ടുണ്ട്. കോംപ്ലിമെന്റ്, ക്ലാസിക്കൽ പാത്വേ, ഓൾട്ടർനേറ്റ് ആൻഡ് സെൽ മീഡിയേറ്റഡ് ഹ്യൂമറൽ റിയാക്ഷൻ. മറ്റൊരു ടോപ്പിക് വന്നിരിക്കുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. അതിൽ MHCയും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മൊഡ്യൂളിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദ്യം ചോദിക്കുന്ന ഏരിയാസ് ഒന്ന് എടുത്ത് പറയുകയാണ്. ബാക്ടീരിയൽ സെൽ സ്ട്രക്ചർ, ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നേറ്റ് ആൻഡ് അക്യൂർഡ്, ഓർഗൻസ് ആൻഡ് സെൽസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, ഹാപ്റ്റൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ, MHC എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മോണോക്ലോണൽ ആന്റിബോഡി. മൊഡ്യൂൾ 4 അതിൽ വരുന്ന ടോപ്പിക്സ് ആണ് സൈറ്റോളജി, മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി. ഇതിൽ ആദ്യം സൈറ്റോളജി ആൻഡ് മോളിക്കുലാർ ബയോളജി നോക്കാം. സൈറ്റോളജിയിൽ 2 ടോപ്പിക്സ് ആണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്, സെൽ മെംബ്രെയിൻ ആൻഡ് സെൽ ഓർഗനൽസ്.
ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും കൊടുത്തിട്ടില്ല, പക്ഷെ ഇതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിന്റെ കൂടെ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സെൽ മെംബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ അതിൽ തന്നെ വരുന്നതാണ്. പാസീവ്, ട്രാൻസ്പോർട്ട്, ആക്റ്റീവ്, സിംപോർട്ട്, ആന്റിപോർട്ട് തുടങ്ങിയ ടോപ്പിക്സ് അതെല്ലാം നോക്കുക. സെൽ ഓർഗനൽസ്, മൈറ്റോകോൺട്രിയ, റൈബോസോംസ് ആണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. എന്നാലും ബാക്കിയുള്ള സെൽ ഓർഗനൽസും കൂടി നോക്കാം. ന്യൂക്ലിയസ്, ദെൻ പെറോക്സിസോംസ് തുടങ്ങിയ ടോപ്പിക്സ് ഒക്കെ നോക്കുക. ഗോൾജി അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നെക്സ്റ്റ് ടോപ്പിക് മോളിക്കുലാർ ബയോളജി. മോളിക്കുലാർ ബയോളജിയിൽ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നോക്കാം. ഓർഗനൈസേഷൻ ഓഫ് യൂക്യാരിയോട്ടിക് ജീനോം, ജീൻ കോണ്ടന്റ്, ജീനോമിക് സൈസ്, കോംപ്ലക്സിറ്റി. അടുത്ത ടോപ്പിക് റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. ഇത് മൂന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. റെപ്ലിക്കേഷനിൽ പ്രോക്യാരിയോട്ടിക്, യൂക്യാരിയോട്ടിക് DNA റെപ്ലിക്കേഷൻ ആണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. അതിൽ വരുന്ന എൻസൈംസ് ഏതൊക്കെ എൻസൈംസ് ആണ്? റെപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം പഠിക്കേണ്ടത് എന്നാ? DNA റിപ്പയർ മെക്കാനിസം. റിപ്പയർ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതിൽ തന്നെ പല റിപ്പയർ മെക്കാനിസംസ് ഉണ്ട്. ബേസ് എക്സിഷൻ റിപ്പയർ വരുന്നുണ്ട്, ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർസ് വരുന്നുണ്ട്, അതെല്ലാം നോക്കണം. ദെൻ കംസ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിലും പഠിക്കേണ്ടത് എന്താ? പ്രോക്യാരിയോട്ടിക്, യൂക്യാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ പഠിക്കുക. ദെൻ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ പ്രോസസ്സിംഗ് പഠിക്കുക. ട്രാൻസ്ലേഷൻ ഉണ്ട് അടുത്തത്, അതിലും പ്രോക്യാരിയോട്ടിക്, യൂക്യാരിയോട്ടിക് ട്രാൻസ്ലേഷൻ നോക്കുക. ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ, പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് നോക്കാം. അടുത്ത ടോപ്പിക്കാണ് ജീൻ റെഗുലേഷൻ ഇൻ പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്. അതിൽ ആ ഒരു ഭാഗത്താണ് ലാക്കോപ്രോണും ട്രിപ്റ്റോഫാൻ ഒക്കെ വരുന്നത്. ദെൻ ട്രാൻസ്ക്രിപ്ഷണൽ സിഗ്നൽസ്. ട്രാൻസ്ക്രിപ്ഷന്റെ കൂടെ തന്നെ പഠിച്ചു പോകേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ടാറ്റ ബോക്സ്, കാറ്റ് ബോക്സ്, എൻഹാൻസേഴ്സ്, ദെൻ പ്രൊമോട്ടേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിൽ വരുന്നതാണ്. ആ ടോപ്പിക്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് ടേംസ്, കുറച്ച് ടോപ്പിക്സ് ഒന്നുകൂടി എടുത്ത് പറയാണ്. സെൽ ഓർഗനൽസിൽ റൈബോസോമിന്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽ സൈക്കിളിൽ സിലബസിൽ കൊടുത്തിട്ടില്ല, മെംബ്രെയിനും സെൽ ഓർഗനൽസും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ സെൽ സൈക്കിളും ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ടോപ്പിക് തന്നെയാണ്. മൈറ്റോസിസും മിയോസിസും അതിന്റെ റെഗുലേഷൻ ഒക്കെ നോക്കാം. മോൾ ബയോയില് റെപ്ലിക്കേഷൻ എൻസൈംസ്, റിപ്പയർ മെക്കാനിസം, ട്രാൻസ്ക്രിപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ്, ട്രാൻസ്ലേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ട്രാൻസ്ലേഷൻ ഇനീഷ്യേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വരുന്ന എൻസൈം, ആക്ടിവേഷൻ ഓഫ് അമീനോ ആസിഡ്സ്, ഓപ്രോൺ വളരെ ഇമ്പോർട്ടൻറ്റ്, ജനറ്റിക് കോഡ്. അപ്പോൾ ജനറ്റിക് കോഡ് ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് മോൾ ബയോയിൽ കൊടുത്തിട്ടില്ല, പക്ഷെ അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ജനറ്റിക് കോഡൊക്കെ മോളിക്കുലാർ ബയോളജിയിൽ തന്നെ പഠിക്കേണ്ടതാണ്. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് തന്നെയാണ് കേട്ടോ. നാലാമത്തെ യൂണിറ്റിലെ അടുത്ത ഭാഗം ബയോടെക്നോളജി ആയിരുന്നു. ബയോടെക്നോളജിയിൽ വരുന്ന ടോപ്പിക്സ് പഠിക്കാനുള്ളത് ജീൻ ക്ലോണിങ്ങും അതിന്റെ സ്റ്റെപ്സ് നോക്കാം. വെക്ടേഴ്സ്, അതിന്റെ ടൈപ്സ് ആണ് നോക്കേണ്ടത്. യാക്, ബാക്, ഫേജ് മിഡ്, കോസ്മിഡ് തുടങ്ങിയ ടൈപ്സ്. എൻസൈംസ് ഇൻ ജീൻ ക്ലോണിങ് നോക്കുക. ഇതിൽ ഏതൊക്കെ എൻസൈംസ് ആണെന്ന് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് റെസ്ട്രിക്ഷൻ എൻസൈംസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. റെസ്ട്രിക്ഷൻ എൻസൈംസ് ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് വളരെ സിമ്പിൾ ആണ്, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതിൽ നിന്നൊക്കെ ചോദ്യം ചോദിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ലിഗേസ് ഒക്കെ നോക്കാം. മോളിക്കുലാർ മാർക്കേഴ്സ്, RFLP, RAPD, AFLP. ദെൻ ബയോടെക്നോളജിയിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ്, PCR, DNA ഫിംഗർ പ്രിന്റിംഗ്, ബ്ലോട്ടിംഗ് ടെക്നിക്സ്, നോർത്തേൺ, സദേൺ, വെസ്റ്റേൺ, ഡോട്ട് പ്ലോട്ട്, സ്ലോട്ട് പ്ലോട്ട്. സീക്വൻസിംഗ് മെത്തേഡ്സ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ക്രോമസോം ജമ്പിംഗ്, ജീനോമിക് ലൈബ്രറി, cDNA ലൈബ്രറി, ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ട്രാൻസ്ജീനിക് ആനിമൽസ് ആണ്. ട്രാൻസ്ജീനിക് ആനിമൽസിന് കുറച്ച് എക്സാമ്പിൾസ്, അവരുടെ എക്കണോമിക് വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ഇതിൻ്റെ കൂടെ നോക്കാം. ഇത്രയാണ് സിലബസിൽ ബയോടെക്നോളജി കൊടുത്തിരിക്കുന്നത്. ദെൻ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൽ തന്നെ കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒന്ന് എടുത്ത് പറയാണ്. വെക്ടേഴ്സ്, ടൈപ്സ് നോക്കാം. മോളിക്കുലാർ മാർക്കേഴ്സ്, അതെല്ലാം തന്നെ നോക്കുക ഡീറ്റെയിൽഡ് ആയിട്ട്. ഇവരുടെ എല്ലാ എക്സ്പാൻഷൻസ് ഒക്കെ കൃത്യമായിട്ട് നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. PCR ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലോട്ടിംഗ് ടെക്നിക്സ്, DNA സീക്വൻസിംഗ്, cDNA ലൈബ്രറി. അടുത്ത മൊഡ്യൂളിൽ വരുന്നത് ജെനറ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റൽ ബയോളജി ആണ്. രണ്ടും കൂടിയാണ് 10 മാർക്സ് വരുന്നത്. ജെനറ്റിക്സിൽ ആദ്യം മെൻഡീലിയൻ പ്രിൻസിപ്പൽസ് കൊടുത്തിട്ടുണ്ട്. ലോസ്, ലിങ്കേജ്, ക്രോസിംഗ് ഓവർ, മ്യൂട്ടേഷൻ, DNA, ടൈപ്സ് ഓഫ് DNA, RNA, ദെൻ ലയോൺ ഹൈപ്പോത്തസിസ്, സിൻഡ്രോം, ജെനറ്റിക് കോഡ്. ഇതിൽ DNA, RNA തുടങ്ങിയ ജെനറ്റിക് കോഡ് തുടങ്ങിയ ടോപ്പിക്സ് എല്ലാം മോളിക്കുലാർ ബയോളജിയിൽ കവേർഡായി പോകുന്ന ടോപ്പിക്സ് ആണ്. ദെൻ ഇത്രയും കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളെങ്കിൽ പോലും ഇൻട്രൊഡക്ഷൻ ഭാഗം കൃത്യമായിട്ട്
എല്ലാ കാര്യങ്ങളും പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് ടെസ്റ്റ് ക്രോസ്, ബാക്ക് ക്രോസ് ഒന്നും എടുത്തു പറഞ്ഞിട്ടില്ല, പക്ഷെ അതെല്ലാം ചോദ്യം ചോദിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. അല്ലീലിക്, നോൺ അല്ലീലിക് ഇന്ററാക്ഷൻസ്, ലയൺ ഹൈപ്പോത്തിസിസ് കൊടുത്തിട്ടുണ്ട്. സിൻഡ്രോംസ് കൂടാണ്ട് ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം ഹീമോഫീലിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയ ടോപ്പിക്സ് ഒക്കെ ജനറ്റിക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ജനറ്റിക് കോഡും മോളിക്കുലാർ ബയോളജിയിൽ കവേർഡ് ആയി പോകുന്ന ടോപ്പിക്സ് ആണ്. ദെൻ മ്യൂട്ടേഷൻ അല്ലാണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻസ് ഉണ്ട്. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ, പോയിന്റ് മ്യൂട്ടേഷൻ തുടങ്ങിയ ടോപ്പിക്സ് ഒക്കെ അതിൽ ഉൾപ്പെടുത്തി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്ത ഭാഗമാണ് ഡെവലപ്മെന്റൽ ബയോളജി. ഡെവലപ്മെന്റൽ ബയോളജിയിലും വളരെ കുറച്ച് ടോപ്പിക്സേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം തന്നെ പഠിക്കേണ്ടതാണ്. ഗാമറ്റോജനസിസ് കൊടുത്തിട്ടുണ്ട്, സ്പെർമാറ്റോജനസിസും ഊജനസിസും അതിൻ്റെ കൂടെ നോക്കുക. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന വേർഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ട ഭാഗമാണ്. ഫെർട്ടിലൈസേഷൻ ഇൻ ദ കേസ് ഓഫ് സീ അർച്ചിൻ ആൻഡ് മാമൽസ് നോക്കണം. ദെൻ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യും, ക്ലീവേജ്, ബ്ലാസ്റ്റുല, ഗ്യാസ്റ്റുല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം. എക്സ്പെരിമെന്റൽ എംബ്രിയോളജി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെവലപ്മെന്റൽ ബയോളജിയിൽ വരുന്ന കുറേ എക്സ്പെരിമെന്റ്സ് ഉണ്ട്, അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തി പഠിക്കാം. എംബ്രിയോണിക് ഇൻഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാണ്ട് ഡെവലപ്മെന്റൽ ബയോളജിയിൽ ആക്സിസ് ഫോർമേഷൻ ഇൻ ആംഫീബിയൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം അതിൽ തന്നെ ഓർഗനൈസർ, ന്യൂക്യൂബ് സെന്റർ തുടങ്ങിയ ടോപ്പിക്സ് ഒക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുള്ള ഭാഗമാണ്. അപ്പോൾ PSCക്കും അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ അതും ഇതിൻ്റെ കൂടെ നോക്കാം. ആംഫിബിയൻസ് മാത്രമല്ല, ഇൻസെക്റ്റിന്റെയും ആസ്പെക്ട്സ് ആൻഡ് പാറ്റേൺ ഫോർമേഷൻ, എക്സാമ്പിൾ ഡോർസോഫിലയുടെ കേസിൽ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ജീൻസ് എല്ലാം ഉണ്ട്. ഉദാഹരണത്തിന് ബൈക്കോയിഡ്, നാനോസ്, ഗ്യാപ് ജീൻസ് തുടങ്ങിയ പേരുകളെല്ലാം ഫെമിലിയർ ആയിരിക്കുമല്ലോ ചിലപ്പോൾ. അപ്പം അതും MCQ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയൊക്കെ ഉള്ളതാണ്. സിലബസ് അടിസ്ഥാനപ്പെടുത്തി മാത്രം പഠിക്കാണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടി പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഇതിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഒന്നുകൂടി ഒന്ന് എടുത്ത് പറയുകയാണ്. എപ്പിസ്റ്റാസിസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ജനറ്റിക്സിൽ ഇൻട്രൊഡക്ഷൻ ഭാഗത്തൊക്കെ പഠിക്കേണ്ടതാണ്. ലിങ്കേജ്, മ്യൂട്ടേഷൻ, ലയൺ ഹൈപ്പോത്തിസിസ്, അതേപോലെ തന്നെ സിൻഡ്രോംസ് ഒക്കെ പഠിക്കാം. ദെൻ DBയിലാണെങ്കിൽ ഡെവലപ്മെന്റൽ ബയോളജിയിൽ ഫെർട്ടിലൈസേഷൻ, ക്ലീവേജ്, ബ്ലാസ്റ്റുല, ഗ്യാസ്ട്രുല, എംബ്രിയോണിക് ഇൻഡക്ഷൻ ഇതെല്ലാമാണ് ചോദിക്കാൻ സാധ്യത കൂടുതലായിട്ടുള്ളത്. ആറാമത്തെ മൊഡ്യൂളിൽ വരുന്ന ഭാഗം എക്കോളജി, എത്തോളജി, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് ബയോസ്റ്റാറ്റിറ്റിക്സ്. ഇത്രയും ടോപ്പിക്സ് കൂടിയാണ് 10 മാർക്സ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഭാഗം എക്കോളജി. എക്കോളജിയിൽ ഹാബിറ്റാറ്റ്, എക്കോളജിക്കൽ നിഷ്, എക്കോസിസ്റ്റം, പോപ്പുലേഷൻ എക്കോളജി, കമ്മ്യൂണിറ്റി എക്കോളജി, എക്കോളജിക്കൽ സക്സഷൻ, പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ്, ഇത്രയും കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇത് മാത്രം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാം പഠിക്കും. പൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ പോലും എല്ലാ രീതിയിലുള്ള പൊല്യൂഷൻ കോസ് ചെയ്യുന്ന ഏജൻസ് ഒക്കെ കൃത്യമായിട്ട് നോക്കുക. ഗ്ലോബൽ വാർമിംഗ്, അതുകൂടാണ്ട് ആസിഡ് റെയിൻ, ഓസോൺ ഡെപ്ലീഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അത് കോസ് ചെയ്യുന്ന ഏജൻസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. എക്കോളജിക്കൽ സക്സഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ആനിമൽ ഇന്ററാക്ഷൻ, മ്യൂച്വലിസം, കമൻസാരിസം, അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക. എക്കോളജിക്കൽ പിറമിഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ സിലബസിൽ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും എക്കോളജിയിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ നോക്കുക. ദെൻ എക്കോളജിയിൽ പൊല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കൺവെൻഷൻസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൺവെൻഷൻസ് ഏത് ഇയറിൽ നടന്നു, ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ്, കൺവെൻഷന്റെ മോട്ടോ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുക. എത്തോളജി അടുത്തത്. എത്തോളജിയിൽ ലേണിംഗ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് മോട്ടിവേഷൻ ആണ് വരുന്നത്. ദെൻ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, അതിൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഇൻഡിസസ്, ഹോട്ട്സ്പോട്ട്സ്, ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻസ് ആണ് വരുന്നത്. ദെൻ ബയോസ്റ്റാറ്റിറ്റിക്സും സിലബസിൽ കൊടുത്തിരിക്കുന്ന മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റയാണ് കൊടുത്തിരിക്കുന്നത്. മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. സ്റ്റാൻഡേർഡ് എറർ ഉണ്ട്, മീൻ ഡീവിയേഷൻ ഉണ്ട്, ദെൻ റിഗ്രഷൻ, ദെൻ കോറിലേഷൻ, ദെൻ കൈ സ്ക്വയർ, അനോവ തുടങ്ങിയ ടോപ്പിക്സ് ഒക്കെ ഇതിൽ എന്തായാലും നോക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പ്രോബ്ലം റിലേറ്റഡും ചോദ്യങ്ങളും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു മൊഡ്യൂളിൽ ഉറപ്പായിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പൊല്യൂഷനും സക്സഷനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ലേണിംഗ് ടൈപ്സ് ചോദിക്കാം. ദെൻ ഹോട്ട്സ്പോട്ട്സ് എത്ര ഹോട്ട്സ്പോട്ട്സ് ഇന്ത്യയിലുണ്ട്, അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഏതൊക്കെ സ്ഥലത്താണ് വരുന്നത്, ഈ ഹോട്ട്സ്പോട്ട്സ് വരുന്ന സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന പ്രധാനപ്പെട്ട ആനിമൽസിന്റെ പേരൊക്കെ പഠിക്കുമ്പോൾ സയന്റിഫിക് നെയിംസ് വെച്ച് തന്നെ നോക്കാം. ദെൻ മീൻ, മീഡിയൻ, മോഡ് ബയോസ്റ്റാറ്റിൽ പഠിക്കേണ്ടത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റിഗ്രഷൻ, കൈ സ്ക്വയർ, കോറിലേഷനും കൂടി ഇതിൻ്റെ കൂടെ നോക്കുക.
മൊഡ്യൂൾ 7ൽ വരുന്നതാണ് ബയോഫിസിക്സും ബയോ ഇൻഫർമാറ്റിക്സും. ഈ 2 ടോപ്പിക്സും കൂടിയാണ് 10 മാർക്സ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ബയോഫിസിക്സിൽ ആദ്യത്തെ ഭാഗം ഇൻസ്ട്രുമെന്റേഷൻ ആണ്. ആ ഒരു ടോപ്പിക്കാണ് വരുന്നത്. ഇൻസ്ട്രുമെന്റേഷനിൽ മൈക്രോസ്കോപ്പ് വരുന്നുണ്ട്. മൈക്രോസ്കോപ്പിൽ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് സെമ്മും ടെമ്മും ആണ്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. ഇത് മാത്രമല്ല ബാക്കിയുള്ള ഫേസ് കോൺട്രാസ്റ്റ് തുടങ്ങിയ മൈക്രോസ്കോപ്പ് ഒക്കെ ഇതിന്റെ കൂടെ ഒന്ന് നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. Then comes the electrophoresis. Electrophoresis ഇവിടെ കൊടുത്തിരിക്കുന്ന ജെൽ ഇലക്ട്രോഫോറസിസ് കൊടുത്തിട്ടുണ്ട്. പേജ് തന്നെ SDS ആൻഡ് നോൺ SDS ഉണ്ട്. അഗാരോസ് 2D ഇമ്മ്യൂണോ ഇലക്ട്രോഫോറസിസ് ഫ്ലൂറസെന്റ്. Then HPLC ക്രോമാറ്റോഗ്രാഫിയിൽ HPLC നോക്കുക. ഫ്ലോ സൈറ്റോമെട്രി സ്പെക്ട്രോസ്കോപ്പി വരുന്നുണ്ട്. എക്സ്റേ ഡിഫ്രാക്ഷൻ ആൻഡ് എലീസ. Then അടുത്ത ബയോ ഇൻഫർമാറ്റിക്സ് നോക്കുക. ബയോ ഇൻഫർമാറ്റിക്സിൽ കൊടുത്തിരിക്കുന്നത് പ്രോട്ടിയോമിക്സ്, ജീനോമിക്സ്, പ്രൈമറി സെക്കൻഡറി ഡാറ്റാബേസ്, സെർച്ച് എഞ്ചിൻസ്. ബയോ ഇൻഫർമാറ്റിക്സിലാണ് ട്രാൻസ്ജീനിക് ആനിമൽസ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ബയോടെക്നോളജിയിൽ പറഞ്ഞതാണ്. സ്റ്റെം സെൽ റിസർച്ച്, ദെൻ IPR എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. കാർബൺ ട്രേഡിംഗ്, എക്കോളജിക്കൽ ഫുട് പ്രിന്റിംഗ്, ട്രീറ്റീസ് ആൻഡ് പ്രോട്ടോകോൾസ് റിലേറ്റഡ് ടു ക്ലൈമറ്റ് ചേഞ്ച്, അതെല്ലാം എക്കോളജി റിലേറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കാം. Then finally അവസാനത്തെ മൊഡ്യൂള് റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ സുവോളജി ആണ് വരുന്നത്. സിലബസിൽ 10 മാർക്കാണ് കാണിച്ചിരിക്കുന്നത്. റീസെന്റ് ഡെവലപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻവെൻഷൻസ്, ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് നൊബേൽ പ്രൈസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ 10 മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ 10 മാർക്സിനൊന്നും ചോദ്യം ചോദിക്കാൻ സാധ്യതയൊന്നുമില്ല. 2-3 ചോദ്യങ്ങൾ മാക്സിമം അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ സിലബസിൽ തന്നിരിക്കുന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നോന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ എന്നാലും നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. സിലബസ് അടിസ്ഥാനപ്പെടുത്തി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് കാര്യങ്ങളെല്ലാം നോക്കിയും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനെപ്പോഴും നമ്മളെ സഹായിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്.